എന്തിനാ രാവിലെ ഇങ്ങനെ പെറുപിറുക്കുന്നത്? പെറുക്കണതോ? നിങ്ങളൊരു പണിക്കും കൂടില്ല, എന്നാൽ മനസ്സിലൂടെ കടന്നിങ്ങനെ കഷ്ടപ്പെടുക, അതിനൊരു വില നിങ്ങൾ തരൂല. അല്ല, പണികളുടെ കുട്ടകളെ വെച്ച് നിങ്ങൾ എന്തെന്ന് പണിക്ക് പോവാത്ത? എന്താവും കാലിന് വല്ലാത്ത വേദന, അതുകൊണ്ടാണ് പണിക്ക് പോവാത്തത്. ഒന്ന് പണിക്ക് പോയില്ലെങ്കിലേ നിങ്ങൾ വന്ന അടുക്കളയിൽ ഒന്ന് സഹായിക്കാൻ. എന്നാ നീ പണിയെടുത്തോ, നാളെ ഞാൻ സഹായിക്കാൻ കൊടുക്കണം. എന്നാ നീ എല്ലാം പണിയെടുത്തോ. തന്നെയാണ് എന്ന് മറിച്ചിട്ട് അത്രക്കാരോ? എന്നാ നീ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും, എനിക്ക് ആര് കൈ സഹായം വേണ്ട. അച്ഛൻ എന്താ കാട്ടുന്നത്? അച്ഛൻ എന്തിനാ കല്ലുമ്പ തിരുമ്പുന്നത്? വാഷിംഗ് മെഷീനിൽ തിരുമ്പിയാ പോരെ? ശരി, ഞാൻ വാങ്ങിയതാണ് ചിട്ടി കിട്ടിയ പൈസ. നിനക്കറിയോ, വാഷിംഗ് മെഷീൻ തിരുമ്പിയാലേ ചളിയൊന്നും പോലെ നല്ല നിറം വെക്കുള്ളൂ. ഇതുപോലെ കല്ലുമ്മ ഉരച്ച് തിരുമ്പാലേ നിറക്ക് വെക്കുള്ളൂ. എന്റെ ഷർട്ട് അച്ഛൻ എന്ത് പണിയാ കാണിച്ചു വെച്ച? ഞാൻ ചളിയൊക്കെ പേക്കോട്ടെ നല്ലൊരു മുക്കില് തിരുമ്പിയതാണ്, തച്ച് തിരുമ്പിയതാണ്. കുറെ വിട്ടിട്ട് പഴകില്ല. അപ്പൊ ഇത് കീറിയാണെന്നും കുഴപ്പമില്ല അല്ലേ? ഈ ഷർട്ട് പഴകിയതോ? ഇന്നലെ ഞാൻ 2000 രൂപക്ക് ഞാൻ എടുത്തു വെച്ച ഷർട്ടാണ് ഇത്. അത് പഴകിയത് ഞാൻ ഒരു വട്ടം പോലും ഇട്ടിട്ടില്ലേ ഷർട്ട്. മകജി, നിന്റെ ഷർട്ട് ഒരു പട്ടി കടിച്ച് വലിച്ചു കീറിയെന്ന് വിചാരിച്ചാ മതി. അപ്പൊ നിന്റെ ഭർത്താൻ കേട്ട ഞാൻ പട്ടിയല്ലേ? ഞാനല്ലേ പട്ടി, നിന്റെ അച്ഛനാടി പട്ടി. എന്ത് പണിയാ കാട്ടുന്നത്? നിനക്ക് കണ്ടിട്ട് ഷർട്ട് തേക്കുന്നു അല്ലെ? ഇസ്തിരി പെട്ടിക്കൊണ്ടല്ലേ തേക്ക്? ആരെങ്കിലും കുടുക്കിയെ കൊണ്ട് തേക്കോ ഷർട്ട്? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇസ്തിരി പെട്ടിയില്ല, ഇതുപോലെ പാത്രങ്ങളൊക്കെ ചൂടാക്കിയിട്ടാണ് ഷർട്ടുകളൊക്കെ തേച്ചിരുന്നത്. അതല്ല ചോറ് കൊണ്ട് അടിച്ചിട്ട് മാറെല്ലാം കൂടെ ആരെങ്കിലും അടിച്ചു കൂട്ടിയോ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ മാറാനായി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. അടുത്ത പൊടി പോവോ എന്തോ? പൊടി പോകും. എന്ത് പണിയാ കാട്ടി? ഈ വടിയില്ല തുടപ്പിട്ട് ആരെങ്കിലും തുടക്കും? ഞാൻ തുടച്ചു പോരെ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ കാശ് തുടച്ചേക്കുന്നിട്ട് അതിൻ്റെ പൊട്ടിയിട്ട് ഞാൻ അധ്വാനിച്ച് കാശിട്ട് വാങ്ങിയതാണ് ഈ തുടക്കം കൊണ്ട് ഞാൻ ഇതിട്ട് തുടക്കും. ചീട്ട് വെച്ചാലേ പിന്നെ അധ്വാനം. അല്ലാത്ത എന്തോന്നാ കാട്ടുന്നത്? ഉച്ചക്ക് ചോക്ക് കൂട്ടാനോ വേണ്ടേ കൊണ്ടാണ് കടിച്ചു മുറിച്ചത് വൈറ്റനങ്ങ. അതിന് വെച്ചാൽ കസ്കേറ്റല്ലേ നിർക്കാതെ പഞ്ചേട്ട ആരെങ്കിലും അറിയോ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ചക്കര സാധനം അവള് കാശെടുത്ത് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ കാശെടുത്ത് വാങ്ങിച്ച മാത്രമല്ല എനിക്ക് തൊടാൻ പറ്റില്ല. ഈ പാത്രങ്ങളൊക്കെ ഞാൻ കാശെടുത്ത് വാങ്ങിച്ചത്. കത്തി പിന്നെ അവൾ വാങ്ങിച്ച കൊണ്ടിച്ച് നിർക്കാൻ പറ്റില്ല. ഈ പല്ലൊക്കെ കടിച്ച് നുറുക്കി കൂട്ടാൻ പറ്റില്ല. അല്ല നീ എങ്ങോട്ടാ പോയത്? നീ ഒരു മാത്രമുള്ള ചോറ് അപ്പൊ നിന്റെ വയറ് ഫുള്ളായോ? അച്ഛനോട് കാര്യം വേണ്ട. അച്ഛൻ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ പണി ചെയ്തോ, പക്ഷെ അടുക്കളയിലെ പണി അച്ഛൻ ചെയ്യരുത്. മഞ്ഞൻ വായ്ക്ക് വിജയിച്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ. ദേവജിനെ അച്ഛൻ പണി എടുക്കരുത്. എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളൂല. നിന്റെ അമ്മ ഉണ്ടാക്കണേക്കാട്ടും നല്ലതാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അമ്മയുടെ കാട്ടിലും പോലെ ഈ മുഴുവൻ അച്ഛൻ ഉണ്ടാക്കിയത്. അങ്ങോട്ട് അമ്മ ഉണ്ടാക്കേണ്ടത് അച്ഛൻ ഉണ്ടാക്കരുത്. അല്ല നീ എന്തിനാ ചിരിക്കുന്നത്? ഒരാളെ വലിയ വിളിച്ചിട്ട് പണിയെടുക്കാൻ പോയതാ, ഹീറോ നോക്കിയതാ, പക്ഷെ സീറോ ആയി പോയി.